everyone, welcome to my YouTube channel. So, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതിന് നമുക്ക് റെഡി ആവാം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. രാവിലെ തന്നെ അമ്പലത്തിൽ പോയത് കൊണ്ട് തന്നെ നമ്മൾ വേറെ കോസ്റ്റ്യൂമാണ് ഇട്ടത്. സോ അതിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് ജുംക്കയൊക്കെ ഊരിയൊക്കെ ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജുംക്കയാണ്, അതാണ് അത് ആട്ടിക്കുളിക്കണത്. ഓക്കെ, അതപ്പോൾ കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ ഇനി ആ മേളിലത്തെ പോർഷൻ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. കുറേ ചന്ദനമൊക്കെ തൊട്ട കൊണ്ട് നമുക്കത് മാറ്റണമല്ലോ, വേറെ ഇടണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്കൊരു ടിഷ്യൂ എടുക്കാം. ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് ഫേസ് നല്ല രീതിയിലൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 2-3 ദിവസം മുന്നേ ഒരു കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴും എക്സസീവായിട്ടുള്ള കാജൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. സോ അതൊക്കെ കളഞ്ഞു നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അവിടെയും കരിയൊക്കെ ഇരിക്കണ്ടായി ഗീസ്, അമ്പലത്തിൽ നിന്നുള്ള സംഭവം. സോ നമ്മൾ അതൊക്കെ തുടച്ച് കളഞ്ഞ് പിന്നെയും അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഞാൻ തുടയ്ക്കുന്നുണ്ട് ഗീസ്. അതൊക്കെ ഓരോ പ്രാന്ത്. ഓക്കെ, അതൊന്നുമില്ല അവിടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സെറമാണ് യൂസ് ചെയ്യണത്. സെറം ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ സെറമാണ്. നയസിനമേഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുരുവിനൊക്കെ നല്ലതാണല്ലോ. കുരുവില്ല, ഡാർക്ക് സ്പോട്ട്. സോ നമ്മൾ അത് അപ്ലൈ ചെയ്തു. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. സൺസ്ക്രീൻ കയ്യിലെടുത്തിട്ടാണ്, അത് ഭയങ്കര ടൈറ്റാണ്, അതുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ കുറേ വാരിയെടുത്തു ഗൈസ്, കൂടിപ്പോയി. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ ലിപ് ബാം ഇട്ടു. യൂഷ്വലി നമ്മൾ ഇടുന്ന സാധനം തന്നെയാണ് ഇട്ടത്. പിന്നെ നമ്മൾ ഇത്തിരി സ്ട്രോപ്പ് ക്രീം കൂടി ആഡ് ചെയ്തു. അത് നമ്മൾ വല്ല കല്യാണമൊക്കെ വരുമ്പോൾ ഇടണ, അല്ലാണ്ട് വെറുതെ ഒന്നും ഞാൻ ഇടാറുള്ളത്. കുറേ നാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിത്തയിൽ പോവും. ഓക്കെ, സോ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. സോ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പം ഞാൻ ഇതാണ് ഇടണ ഗേസ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. നമ്മളപ്പോൾ ബേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, മേക്കപ്പ് അല്ല ബേസായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം. സോ ആദ്യം തന്നെ ഞാൻ തപ്പണത്, എനിക്ക് തോന്നുന്നു ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ പെൻസിലാണ് തപ്പണത് ഗേസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയിട്ടാണ് ഫില്ല് ചെയ്തത്. സോ ഇതാണ് ഗേസ് ഫില്ല് ചെയ്തത്. അതായത് ഞാൻ പിന്നെ ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊള്ളാം, എനിക്ക് അത്യാവശ്യം എഴുതിയിട്ട് വോളിയം തോന്നിക്കുന്നുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ അതിൽ തന്നെ ഒരു 5 മിനിറ്റ് പണിതോണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഐലൈനർ യൂസ് ചെയ്ത് കണ്ണെഴുതി. അതും ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്യണത്. കാരണം എനിക്ക് ക്യാമറ ചെയ്തിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല, കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഒരു ടിഷ്യൂ എടുത്ത് നമ്മളത് ജസ്റ്റ് ഒന്ന് എക്സസീവ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ കളഞ്ഞ് കേസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മാറ്റായിട്ട് കിട്ടും, അങ്ങനെയാണല്ലോ, അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഒരു പൊട്ടുകൂടി തൊട്ട് കേസ്, നല്ല ഈ ഒരു ക്രീം കളറ് കല്ലിൻ്റെ പൊട്ട അങ്ങോട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ കാണൂല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് മുടിയാണ് ഗീസ്. മുടി ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് വലിയ ചീപ്പ് വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കാം. അപ്പോൾ എല്ലാ ചടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊക്കോളുമല്ലോ. പിന്നെ നമ്മളതൊക്കെ ഈരി കൊടുത്ത് ഗീസ്, അതാണ് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് വോളിയമൈസ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ അണിക്കൂലേ, അപ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കും. പിന്നെ നമ്മൾ സെറം യൂസ് ചെയ്തു. സെറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ മുടി വാരിക്കെട്ടി. എങ്ങനെ കെട്ടൂന്ന് കുറേ നേരം നോക്കിയിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്ന് വെച്ച് കേസ്. എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഇങ്ങനെ കെട്ടുള്ളൂ, ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ നമ്മൾ മുടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട് ഗീസ്. ഇനി നമുക്ക് ലാസ്റ്റ് കമ്മലാണ് ഗീസ്. ഇത് എനിക്ക് കുക്കുട്ടൻ മേടിച്ചെന്ന കമ്മല, നല്ല രസമുണ്ടായി. കറക്റ്റ് ആ ഒരു സ്റ്റോൺ തന്നെ ഉടുപ്പ് എനിക്കുണ്ടായി. അതാണ് ഈ ഉടുപ്പ്, കിടനാടൊക്കെ ഒരു പിങ്ക് കളറുണ്ട, എനിക്കത് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനിത് ഇട്ടപ്പോഴും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു.
പിന്നെ നമ്മൾ എടുത്തു വെച്ച കുറേ സാധനങ്ങളുണ്ട്, അതെല്ലാം കൂടി പെറുക്കി നമ്മൾ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്ത് വെക്കണതാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്, എല്ലാം വലിച്ചവരുണ്ടല്ലോ. പിന്നെ നമ്മൾ തപ്പുമ്പോൾ കിട്ടുമല്ലോ, സോ നമ്മൾ അതൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ച് അപ്പോഴാണ് ഞാൻ അത്തറ് കാണുന്നത് കേസ്. അപ്പോൾ പിന്നെ ഞാൻ അത്തറൊക്കെ അടിച്ചു കൊടുത്തു. എനിക്കടിച്ച് അതേപോഴേക്ക് അച്ഛൻ വന്നു, പിന്നെ അച്ഛനടിച്ചു കൊടുത്ത് അമ്മക്ക് അടിച്ചു കൊടുത്ത്. അതിപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലിങ്ങനെ ഉണ്ടാവും എന്ന് പറയാറുണ്ടല്ലോ, പിന്നെ അങ്ങനെ കാണിച്ചു കൊടുത്ത് അച്ഛൻ അതൊക്കെ ഒന്ന് കാണിക്കണ്ടേ. പിന്നെ നമ്മളത് എടുത്തു വെച്ച് കേസ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര തീരും, അതാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഷോ ഇട്ടു, അതായത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നടന്നു. അപ്പോൾ അത്ര ഉണ്ടായുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹായ് കൊടുത്താണ് കേസ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അച്ഛനിരുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ.